വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ അതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ടേഴ്സും അതുപോലെയുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും സിലബസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് 39th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. 39 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സിപ്പോയ് had their own reason for resentment in the revolt of 1857. Examine the സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. 1857 റിവോൾട്ടിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ 1857 റിവോൾട്ടിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ കാണുന്നത്. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, 1857 റിവോൾട്ട് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 1857 റിവോൾട്ടിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ എന്തായിരിക്കും, വിരളമായിരിക്കും, അത്രയും കുറവായിരിക്കും. 1857 റിവോൾട്ട് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1 വേർഡ് എങ്കിലും നിങ്ങളോട് എന്ത് ചോദിക്കും, 1857 റിവോൾട്ടിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 1857 റിവോൾട്ട് എന്നുള്ള ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ കോഴ്സസ് ആയാലും അതുപോലെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആയാലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് സിപ്പോയ്സിനുള്ള അല്ലെങ്കിൽ അവരോടുള്ള റിസെൻമെന്റ് ആണ് എന്തിന് കാരണം, നമ്മുടെ 1857 റിവോൾട്ടിന് ഉള്ള കാരണം എന്ന് പറയുന്നത്. ഈ 1857 റിവോൾട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ ആദ്യത്തെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുള്ള ഒരു റിവോൾട്ടാണ് ഏത് എന്ന് പറയുന്നത്, 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ ഫസ്റ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. സോ സിപ്പോയ്സ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ. സിപ്പോയ്സ് എന്ന് പറയുന്നത് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരല്ല, സോൾജിയേഴ്സിനെയാണ് പറയുന്നത്. അവരാണ് ഇതിൽ ഏറ്റവും വലിയൊരു പാർട്ട് എന്നാണ് പറയുക. അവരോടുള്ള റിസെൻമെന്റ് ആണ് ഈ ഒരു 1857 റിവോൾട്ടിനുള്ള കാരണം എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ കറക്റ്റാണ്. കാരണം സിപ്പോയ്സിന് അവരെങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യൻ ആർമിയിൽ ഇന്ത്യൻ സോൾജിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അറ്റ് എ ടൈം ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഉണ്ട്. ഇതിൽ ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് ഹൈ ലെവൽ പോസ്റ്റിലും ഹൈ ലെവൽ സാലറിയും അവർക്ക് ഗുഡ് ട്രീറ്റ്മെൻറ്റും ഗുഡ് അക്കോമഡേഷനും ഗുഡ് ഫുഡും എല്ലാം കിട്ടിയിട്ടുള്ള ആളുകളായിരുന്നു. ആര് എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത്. ഹൈ ലെവൽ പോസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആർക്കായിരുന്നു, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നു. എന്നാൽ നമ്മുടെ 1857 റിവോൾട്ടിന് കാരണമായിട്ടുള്ള സിപ്പോയ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ സോൾജിയേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പറയുന്നത് വളരെ ലോ പൊസിഷൻ ആയിരുന്നു. ഒരു ഹൈ പൊസിഷൻ ഒന്നും തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹൈജീൻ ഇല്ലാത്ത ഫുഡായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പുവർ അക്കോമഡേഷൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലോ സാലറി ആണ്. അതായത് ബ്രിട്ടീഷുകാരുമായി കമ്പയർ ചെയ്യുമ്പോഴും അല്ലാതെയും അവർക്ക് എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ള സാലറിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എന്തിന് കാരണമായി, അതൊക്കെ ബ്രിട്ടീഷുകാരോടൊരു അതിർത്തി തോന്നാൻ സിപ്പോയ്സിൻ്റെ ഇടയിൽ, ഇന്ത്യൻ സോൾജിയേഴ്സിൻ്റെ ഇടയിൽ കാരണമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 100% കറക്റ്റാണ്. സിപ്പോയ്സ് റിസീവ്ഡ് ലോ പേ ആൻഡ് ഫേസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ലോ പേ ആയിരുന്നു, കൂടാതെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ബ്രിട്ടീഷുകാരെന്നും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്നുള്ള ഒരു കൺസിഡറേഷന് എങ്ങനെയായാലും ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആര് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കൺസേണിങ് പ്രൊമോഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആർക്ക്, നമ്മുടെ ഇന്ത്യൻ സോൾജിയേഴ്സിന് പ്രൊമോഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെൻഷൻസ്, അവർക്ക് പെൻഷൻ പോലെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ജനറൽ ടേംസ് ഓഫ് സർവീസ് ഇതൊന്നും ആർക്ക് ഉണ്ടായിരുന്നില്ല, നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇന്ത്യൻ സോൾജിയേഴ്സിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ കാറ്ററിഡ്ജസ് ഓഫ് ദി ന്യൂ എൻഫീൽഡ് റിഫിൾസ്. അവർ ന്യൂ കാറ്ററിഡ്ജസ് ഓഫ് ദി ന്യൂ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു തോക്ക് അല്ലെങ്കിൽ തോക്കിലേക്കുള്ള ഉണ്ട അവർ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആര്, ബ്രിട്ടീഷുകാർ. വിച്ച് വർ ഗ്രീസ്ഡ് വിത്ത് പോക്ക് ആൻഡ് ബീഫ് ഫാറ്റ് ദാറ്റ് വർ അഗെയിൻസ്റ്റ് ദ റിലീജിയസ് ബിലീഫ് ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിംസ്. അതായത് ആ സമയത്ത് അവിടെ ഒരു റൂമർ പരക്കുകയാണ്, ബ്രിട്ടീഷുകാർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ന്യൂ കാറ്ററിഡ്ജസ് ഓഫ് ന്യൂ എൻഫീൽഡ് റിഫിൾസിൽ ഉപയോഗിക്കുന്നത്
പോർക്കിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബീഫ് കൊണ്ടിലെ അതിൻ്റെ കൊഴുപ്പാണ് എന്ന് അവിടെ റൂമർ പടരുകയാണ്. ആ റൂമർ കാരണം അത് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയും കൂടാതെ അവരെന്ത് ചെയ്തു, റിലീജിയസ് ആയിട്ട് ഇതിനെ ഓപ്പോസ് ചെയ്യുകയും ഈ ഒരു പുതിയ തോക്ക് ഉപയോഗിക്കാൻ മടിക്കുകയും ചെയ്തു. അത് എന്തിന് കാരണമായി? നമ്മുടെ 1857 റിവോൾട്ടിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കോസായി മാറി. അങ്ങനെ മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇതിനെതിർത്തു, ഇത് ഉപയോഗിക്കാൻ മടിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ആര് വെടിവെച്ച് കൊന്നു? ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു. സോ ഇതിൻ്റെ പേരിൽ ഏപ്രിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മെയ് 10 1857 റിവോൾട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവർ മീററ്റിൽ നിന്നും ഡൽഹിയിലോട്ട് മാർച്ച് ചെയ്യുകയാണ്. ബഹദൂർ ഷാ സെക്കൻഡ് ആയിട്ടുള്ള അന്നുണ്ടായിരുന്ന ലാസ്റ്റ് മുഗൾ റൂളറായിട്ടുള്ള ബഹദൂർ ഷാ, ഔറംഗസേബ് അല്ലട്ടോ ലാസ്റ്റ് മുഗൾ റൂളർ എന്ന് പറയുന്നത്, പോപ്പുലർ ആയിട്ടുള്ള മുഗൾ റൂളറാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ ഔറംഗസേബ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പജ്സയിലെ ലാസ്റ്റ് റൂളർ. പക്ഷേ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് എപ്പോഴും ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. അപ്പോൾ ബഹദൂർ ഷാ സെക്കൻഡിനെ റൂളർ ആക്കണമെന്ന് പറഞ്ഞിട്ട് മീററ്റിൽ നിന്നും ഡൽഹിയിലോട്ട് എന്ത് ചെയ്യാണ്? ഒരു മാർച്ച് തുടങ്ങുകയാണ്. അതാണ് ഈ ഒരു റിവോൾട്ടിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു മാർച്ച് എന്ന് പറയുന്നത്. ഇത് മീററ്റിലുണ്ടായിരുന്നു, അതുപോലെ ബീഹാറിലോട്ട് പടർന്നു, കാൻപൂർ, ഇവിടെയൊക്കെ ഈ ഒരു റിവോൾട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നത് റാണി ലക്ഷ്മി ബായി, നിങ്ങൾക്കറിയാം നമ്മുടെ ഝാൻസി റാണി എന്ന് പറയപ്പെടുന്ന റാണി ലക്ഷ്മി ബായി ഉണ്ട്, അതുപോലെ തന്നെ താന്ത്യ തോപ്പ് ഉണ്ട്, നാനാ സാഹിബ് ഉണ്ട്, കൻവർ സിംഗ് ഉണ്ട്. ഇവരൊക്കെ ആരാണ്? ലീഡേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 4 ലീഡേഴ്സിൻ്റെ പേര്, ഒരു 5 ലീഡേഴ്സിൻ്റെ പേര് നിങ്ങൾ മറന്നു പോകരുത്. റാണി ലക്ഷ്മി ബായി ആരാണ് ഫസ്റ്റത്തെ ലീഡർ എന്ന് പറയുന്നത്? റാണി ലക്ഷ്മി ബായി ആണ് ഫസ്റ്റത്തെ ലീഡർ എന്ന് പറയുന്നത്. പിന്നെ ബീഗം ഹസ്രത്ത് മഹൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൻവർ സിംഗ് എന്ന് പറയുന്ന ഒരു റൂളർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഇതിൻ്റെ പാർട്ടായിരുന്നു. കൂടാതെ തന്നെ വേറെയും കുറച്ച് ആളുകൾ ഇതിനെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് താന്ത്യ തോപ്പി എന്ന് പറയുന്നത്. താന്ത്യ തോപ്പി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ വേറൊരു ലീഡറായിരുന്നു നാനാ സാഹിബ് എന്ന് പറയുന്നത്. നാനാ സാഹിബ് എന്ന് പറയുന്നത്. ഇവരൊക്കെ എന്താണ്? ഈ ഒരു നമ്മുടെ 1857 റിവോൾട്ട് ലീഡ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആയിരുന്നു. ഇത് നമ്മൾ പറഞ്ഞു ബീഹാർ, അതുപോലെ കാൺപൂർ, അതുപോലെ ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങൾ, ഡൽഹി, മീററ്റ് ഇവിടങ്ങളിലൊക്കെ ഈ ഒരു റിവോൾട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കോഴ്സസ് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ അതെന്തൊക്കെയാണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സെ, സബ്സിഡിയറി അലയൻസ്, അതുപോലെ റിലീജിയസ് കോഴ്സസ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തത്, ക്രിസ്ത്യൻ മിഷണറീസ് ഇവിടെ കൂടുതൽ വന്നത്. അതുപോലെ തന്നെ എക്കണോമിക് കോഴ്സസ് ഉണ്ട്. എക്കണോമിക് കോഴ്സസിൽ നമ്മുടെ ലാൻഡ് റവന്യൂ സിസ്റ്റം കൊണ്ടുവന്ന് പെർമനൻറ്റ്, അതുപോലെ മഹൽവാരി, റൈഡ് വാരി സിസ്റ്റങ്ങൾ, അതുപോലെയുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്ന് എക്കണോമിക്കലി ഇൻഡിജിനസ് ആയിട്ടുള്ള ക്രാഫ്റ്റിനെയും അതുപോലെ തന്നെ മറ്റുള്ള ആർട്ടിസൻസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്തു. ഫാർമേഴ്സിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഇതിൽ കൂടി എക്കണോമിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ ഉണ്ടായി. ഇതെന്തിന് കാരണമായി? 1857 റിവോൾട്ടിന് കാരണമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പൊളിറ്റിക്കലും എക്കണോമിക്കലും ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂസാണ് എന്തിന് എന്ന് പറയുന്നത്? ഈ 1857 റിവോൾട്ടിന് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഷിപ്പോയിസിൻ്റെ അടുത്തുണ്ടായ ഇഷ്യൂ ആണ്. അതായത് ഈ റോയൽ എൻഫീൽഡിൽ വഴി ഉണ്ടായിട്ട് അല്ലെങ്കിൽ എൻഫീൽഡ് റിഫിൾസ് വഴി ഉണ്ടായിട്ടുള്ള ഇഷ്യൂ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1857 റിവോൾട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. 1857 റിവോൾട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 41st ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 19th century British ideology shaped the governance of India. Explain the statement with examples എന്നാണ് പറയുന്നത്. അതായത് 19th century British ideology എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവേണൻസിനെ ഷേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. 100% നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം ബ്രിട്ടീഷുകാരുടെ ഐഡിയോളജി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പല ഐഡിയോളജീസിനും ഇന്ത്യൻ ഗവേണൻസിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് പറയാം. അവർ കൊണ്ടുവന്നിട്ടുള്ള പല
ലാൻഡ് റവന്യൂ സിസ്റ്റം ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമനന്റ് മഹൽവാരി റൈറ്റ് വാരി സിസ്റ്റം, ഇങ്ങനെയുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം എക്കണോമിക്കലി ആളുകളുടെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗവേണൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വേറെ അവരുടെ ലെജിസ്ലേഷനിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള പല നിയമങ്ങളായാലും അതുകൂടാതെ തന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതായാലും എക്സിസ്റ്റിംഗ് ലോസിലായാലും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളെ ഗവേണൻസിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ദ സ്റ്റേറ്റ്മെന്റ് മീൻ ദാറ്റ് ദ വേ ദ ബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ ഇൻ 19th century വാസ് ഡിറ്റർമൈൻഡ് ദെയർ ഓൺ മോഡേൺ ഐഡിയാസ് ആൻഡ് ഗോൾസ്. മോഡേൺ ഐഡിയാസ് ആൻഡ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരാണ് ഇവിടെ എന്ത് കൊണ്ടുവരുന്നത്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരായിരുന്നു. എപ്പോഴും ഇൻഫീരിയർ ആയിട്ടായിരുന്നു അവർ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് ആര് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാരണങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ മോഡേൺ ഐഡിയാസും ഗോൾസും നമ്മളുടെ ഗവേണൻസിനെ നെഗറ്റീവായിട്ടും അല്ലാതെയും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ rather than traditional Indian method, the impact of colonial rule, അതായത് ട്രഡീഷണൽ മെത്തേഡ്സ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല, ട്രഡീഷണൽ മെത്തേഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ്സേക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ ട്രഡീഷണൽ ഇന്ത്യൻ മെത്തേഡ് എന്ന് അല്ലെങ്കിൽ ഇൻഡിജിനസ് ഇൻഡസ്ട്രീസിനും ഇൻഡിജിനസ് ക്രാഫ്റ്റിനും ഇൻഡിജിനസ് ആർട്ടിസൻസിനും ഇവരെന്ത് ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രഡീഷണൽ മെത്തേഡ് അല്ല, മോഡേൺ ഐഡിയാസ് ആണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആയിരുന്നു ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ affected deeply into the lives of Indian people, influencing culture, society, especially the economy. അതായത് ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യൻ എക്കോണമിയെയും ഇന്ത്യൻ സൊസൈറ്റിയെയും എല്ലാം ഇവരുടെ മോഡേൺ ഐഡിയാസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുകയാണെങ്കിൽ എക്കണോമിക്കലി ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് റോ മെറ്റീരിയൽസിനുള്ള ഒരു ഹബ്ബായിട്ട് കോട്ടൺ ജൂട്ട് എന്ന് പോലെയുള്ള റോ മെറ്റീരിയൽസിനുള്ള ഒരു ഹബ്ബായിട്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം എന്ത് എന്ന് പറയുന്നത് 19th century ബ്രിട്ടീഷ് ഐഡിയോളജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗവേണൻസിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാൻ കാരണമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Explain the difference between the early Harappan and the mature Harappan period. Early Harappan period mature Harappan period ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നമുക്കറിയാം സ്റ്റോൺ ഏജ് ആണ്, നമുക്ക് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ഇത് കഴിഞ്ഞിട്ടുള്ളൊരു പീരീഡാണ് എന്തെന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സിവിലൈസേഷൻ ആണ് ഏത് എന്ന് പറയുന്നത്, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഇതിന് റഫ്ലി ഇതിൻ്റെ ഒരു പീരീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 മുതൽ 1500 വരെയാണ്. 2500 മുതൽ നമുക്ക് 1500 വരെയാണ് റഫ്ലി ഇതിൻ്റെ ഒരു പീരീഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിൽ ഏർലി മെച്യൂർ എന്നുള്ളൊരു ഫേസ് കൂടി നമ്മൾ വരുമ്പോൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു പീരിയോഡിക് ടൈം ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷനെ 3 പീരീഡ്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഏർലി ഹാരപ്പൻ പീരീഡ്, മെച്യൂർ ഹാരപ്പൻ ഫേസ്, ലേറ്റർ ഹാരപ്പൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫേസസ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാരപ്പൻ പീരീഡിനെ ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏർലി ഹാരപ്പൻ ഫേസ് ആണ് നമ്മൾ നോക്കുന്നത്. 3500 BC to 2600 BC എന്നാണ്. 3500 മുതൽ 2600 വരെയാണ് ഏർലി ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത്. ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തുടക്കമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇനീഷ്യൽ ടൗൺ പ്ലാനിങ്, ഇനീഷ്യൽ ആയിട്ടുള്ള ടൗൺ പ്ലാനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഇവരുടെ ഒരു സ്ട്രക്ചർ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു മഡ് സ്ട്രക്ചറിൽ മഡ് സ്ട്രക്ചറിലുള്ളതായിരുന്നു. അതായത്
മണ്ണ് കൊണ്ടുള്ള ബിൽഡിങ്സ് ആയിരുന്നു നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എലിമെന്ററി ട്രേഡ് ആണ്, അധികം ട്രേഡും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് പോലെയുള്ള ട്രേഡിംഗ് സിസ്റ്റം മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ, നമുക്ക് ഏർലി ഹാരപ്പൻ ഫേസിൽ കാണാൻ സാധിക്കുള്ളൂ. അതുകൂടെ തന്നെ ബേസിക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ബേസിക് ആയിട്ടുള്ള ആർട്ടും ക്രാഫ്റ്റും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ഏർലി ഹാരപ്പൻ ഫേസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ മെച്യൂർ ഹാരപ്പൻ ഫേസിലോട്ട് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 2600 to 1900 BC ആണ്. കൂടാതെ തന്നെ ടൗൺസ് അല്ലെങ്കിൽ ബിൽഡിങ്സ് എന്ന് പറയുന്നതൊക്കെ എങ്ങനെയായിരുന്നു? വെൽ ഡെവലപ്ഡ് ആയിരുന്നു. അവരിതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സ് ആയിരുന്നു. ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്ത ഇഷ്ടിക കല്ലുകളായിരുന്നു ബിൽഡിങ്സിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഫ്ലഡ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഇൻഡസ് റിവറിൻ്റെ ഒരു ഭാഗത്താണ് അത് നിങ്ങൾ മറന്നു പോയത്, ഇൻഡസ് റിവറിൻ്റെ തീരത്താണ് എന്തുണ്ടായിരുന്നത്? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലഡൊക്കെ എപ്പോഴും ഉണ്ടാവുന്നത് കൊണ്ട് ഇവർ ബേൺഡ് ബ്രിക്സ് ലേറ്റർ അല്ലെങ്കിൽ മെച്യൂർ ഹാരപ്പൻ പീരിയഡിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ട്രേഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ട്രേഡ് കാണാൻ സാധിക്കും. അവിടെ നാട്ടിലുള്ളതും അല്ലെങ്കിൽ പുറത്തുള്ള സിവിലൈസേഷനുമായിട്ട് ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. പലതരം ക്രാഫ്റ്റുകൾ നമുക്ക് ബീഡ്സ് മേക്കിംഗ് അതുപോലെയുള്ള പലതരം ക്രാഫ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പോട്രി മേക്കിംഗ് എവിടെ? ഏർലി ഹാരപ്പനിലും മെച്യൂർ ഹാരപ്പൻ ഫേസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് ലേറ്റർ ഹാരപ്പൻ ഫേസ് ആണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൽ ചിലപ്പോൾ ലേറ്റർ ഹാരപ്പൻ ആയിരിക്കും നെക്സ്റ്റ് ചോദിക്കുക. ലേറ്റർ ഹാരപ്പൻ ഫേസിൽ നമുക്ക് പറയാനുള്ളത് ഇതൊരു ഡിക്ലൈനിങ് പീരിയഡ് ആണ്. അതായത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത് ലേറ്റർ ഹാരപ്പൻ ഫേസ് അല്ലെങ്കിൽ ഒരു ഡിക്ലൈനിങ് ഫേസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് 1900 മുതൽ 1400 വരെയാണ് ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു പീരീഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്. മേജർ ആയിട്ടുള്ള ടൗൺസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടുന്ന് ഒഴിവായിട്ടുണ്ടായിരുന്നു, എല്ലാം ഡിസ്ട്രക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന അല്ലെങ്കിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഹാരപ്പ, മോഹൻജദാരോ എന്ന് പോലെയുള്ള മെയിൻ ആയിട്ടുള്ള ടൗൺസ് ഒക്കെ എവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടുന്ന് ഡിസ്ട്രക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫ്ലഡ് ആണ് ഇതിന് കാരണം എന്ന് പല ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യൻസിൻ്റെ ഇൻവേഷൻ, ആര്യൻസ് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ വേദിക് പീരീഡിൽ വന്നിട്ടുള്ളവരാണ് ആര്യൻസ് എന്ന് പറയുന്നത്. അവരുടെ ഇൻവേഷനാണ് ഇതിന് ഡിസ്ട്രക്ഷന് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ലേറ്റർ ഹാരപ്പൻ ഫേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ ഹാരപ്പൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് കുറച്ച് പറയാനുണ്ട്. അതായത് ഇതിൽ മെയിനായിട്ട് ഹാരപ്പനിൽ നമുക്ക് പറയാനുള്ളത് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇൻലാൻഡ് ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ട്രേഡ്, ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അവർ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട്, ആരുമായിട്ടാണ്? ആ സമയത്തുണ്ടായിരുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. കൂടാതെ ബഹ്റൈനുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു. ആരുമായിട്ട്? ബഹ്റൈനുമായിട്ട് ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ ഒമാനുമായിട്ട് ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു, ബഹ്റൈനുമായിട്ട് ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു, ഒമാനുമായിട്ട് ഇവർക്ക് എന്തുണ്ടായിരുന്നു? ഇവർക്ക് ഫോറിൻ ട്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 സിറ്റീസിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടാൻ തന്നെ കാരണം ഹാരപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി ഡിസ്കവർ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഹാരപ്പ എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സിറ്റിയാണ് എന്ന് പറയുന്നത് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഏതാണ്? മോഹൻജദാരോ എന്ന് പറയുന്നത്. പിന്നീടുള്ള മറ്റുള്ള സിറ്റികളാണ് എന്താണ്? കാലിബംഗാൻ, ലോത്താൽ, രാഖി ഗർഹി, ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗണുകളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ടൗൺസ് എന്ന് പറയുന്നത് ഹാരപ്പ, മോഹൻജദാരോ, ലോഥാൽ, കാലിബംഗാൻ, രാഖി ഗർഹി, ഷോട്ട്ഗായി, ഇതൊക്കെ എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ടൗണുകൾ, മേജർ ടൗണുകളാണ്. കൂടാതെ നമുക്ക് പറയാനുള്ളത് എവിടേക്കാണ് ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ വ്യാപിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലുണ്ടായിരുന്ന ഏക സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അറ്റ് എ ടൈം ആ സമയത്ത് ഏതൊക്കെ? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇങ്ങനെയുള്ള സിവിലൈസേഷൻസ് ഒക്കെ വേൾഡിലുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ മാത്രമാണ്. സോ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഇന്ത്യയിൽ മാത്രമായിരുന്നു? അല്ല. എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ഇന്ത്യയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാകിസ്ഥാനിലുണ്ടായിരുന്നു,
പാകിസ്ഥാനിലുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. എവിടേക്കാണ്? ഇന്ത്യയിലുണ്ടായിരുന്നു, പാകിസ്ഥാനിലുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു സിവിലൈസേഷൻ വ്യാപിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ആണ്. രണ്ടാമത്തെ ആയിട്ട് മൃഗങ്ങളെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഇവരുടെ ഒരു ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് പോട്ടറി മേക്കിംഗ് ആണ്. ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന പോട്ടറി എന്ന് അറിയപ്പെടുന്നത് PGW എന്നാണ്, പെയിന്റഡ് ഗ്രേവെയർ. PGW എന്നാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇവരുടെ പോട്ടറിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള തൊഴിലുകൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നിങ്ങളത് നന്നായിട്ട് തന്നെ മിസ് ചെയ്യാതെ പഠിക്കുക. നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനിലെ മെയിൻ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് മാക്സിമം പോയിന്റ്സ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള ഒരു സെഷനിലൂടെ സാധിക്കുകയുള്ളൂ. മൊത്തം ടോപ്പിക്ക് കവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. സോ ഈ ക്ലാസ്സിൽ നമ്മളൊരു 3 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.